ഹലോ എല്ലാവരും എന്തെടുക്കുക? എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം. എന്തൊരു ക്ലീഷ ഡയലോഗല്ലേ. അതൊക്കെ പോട്ടെ, കുറേ നാളായി ഞാൻ ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട്. അപ്പം ഞങ്ങളിതാ ഊട്ടിയിലെ സൺഡേ മാർക്കറ്റിലോട്ട് പോവുക കേട്ടോ. എല്ലാ മാസവും ഇവിടെ 8-ാം തീയതിയും ഉണ്ട്, ആദ്യം വരുന്ന സൺഡേയിലും ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഞങ്ങൾ 8 മാർക്കറ്റിൽ പോയ വീഡിയോ ഒന്നും എടുത്തില്ല, സൺഡേ മാർക്കറ്റിൽ പോയ ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ അതേ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. പിള്ളേരുടെ അടുത്ത് ചോദിച്ചപ്പോൾ സൺഡേ ഫുള്ള് പറയാൻ അറിയാത്തതുകൊണ്ട് സൺഡേ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം. എൻ്റെ കെട്ടിയവൻ്റെ അടുത്ത് ഒരു പോസ്റ്റ് താ എന്ന് പറഞ്ഞപ്പോൾ മീശയൊക്കെ പിരിച്ച് കാണിക്കുന്നു ഒരു പത്രാസുകാർ. പോട്ടെ. അപ്പോൾ അതേ ഇങ്ങനെ ക്യൂ കണക്കിന് ആൾക്കാർ വന്ന് കിടക്കുക കേട്ടോ. ഇന്ന് നല്ല രീതിയിൽ റഷ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പതുക്കെ അങ്ങോട്ട് എൻ്ററായി. ആ സമയം കൊണ്ട് നമ്മൾ ഊട്ടിയിലോട്ട് പോകുന്ന ട്രെയിൻ ദേ പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് കൂണൂർ ജംഗ്ഷനിലാണ് കേട്ടോ. കറക്റ്റ് പ്രോപ്പർ സ്ഥലം എനിക്ക് അങ്ങോട്ട് പിടിയിട്ടിട്ടില്ല. അപ്പോൾ ഇതാ അപ്പനും മോളും കൂടി ആദ്യമേ നടന്നു. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കുഞ്ഞു വീഡിയോസ് എടുത്തിട്ട് ഇങ്ങനെ പോവുകയാണ്. സത്യം പറഞ്ഞാൽ ഉച്ച സമയം ഒരു 2 മണിയൊക്കെ ആയപ്പോഴാണ് പോയെങ്കിൽ തന്നെയും വെയിലൊട്ടും താങ്ങാൻ വയ്യ. ആദ്യമുള്ള എനർജിയൊക്കെ എനിക്ക് പതുക്കെ കുറഞ്ഞു വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മൾ മാർക്കറ്റിലോട്ട് എൻട്രി ചെയ്തു. എല്ലാം നമുക്ക് അഫോർഡബിൾ പ്രൈസിന് ചീപ്പ് റേറ്റ് തൊട്ട് കിട്ടും കേട്ടോ. ഒരു 10-20 തൊട്ട് നമുക്ക് സ്റ്റാർട്ടാണ് ഏതായിട്ടും. അപ്പം ഓരോന്ന് നമുക്ക് ആവശ്യമുള്ള പർച്ചേസ് നടത്താം കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ ഓരോ ഐറ്റംസ് വാങ്ങിച്ചുകൊണ്ടിരിക്കുക. കാരണം അടുത്ത മാസത്തത് ഞങ്ങൾ ചിലപ്പോൾ ഇവിടെ കാണത്തില്ല. കാരണം ഇച്ചാന് പോസ്റ്റിംഗ് ആയി. അപ്പോൾ പിന്നെ അതിന് മുന്നേ മാക്സിമം പർച്ചേസ് നടത്തിക്കളയാമെന്നും പറഞ്ഞുകൊണ്ടാണ് വന്നേക്കുന്നത്. അപ്പം നമുക്ക് പിള്ളേർക്ക് കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിയിടുമായിരുന്നു. അതേപോലെ ഞങ്ങൾക്ക് ജമ്മുവിലാണ് അതിന് പോണേ. അപ്പോൾ കുറച്ച് തണുപ്പത്തിടാൻ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളെല്ലാം നോക്കി. പിന്നെ ആ ഗ്യാപ്പിൽ ഞാനും കുറച്ച് ചെരുപ്പൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. എന്തിനാ എനിക്കായിട്ട് കുറയ്ക്കാതിരിക്കുന്നില്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ആവശ്യമുള്ള ബെഡ് കവർ, ബെഡ്ഷീറ്റ്, കർട്ടൻസ് അതൊക്കെ ഒരു സെക്ഷനാണ്. ഇതൊക്കെ സാരിയുടെ സെക്ഷനാണ് കേട്ടോ. അപ്പം ഇടയ്ക്കിടയ്ക്ക് എല്ലാം നോക്കി പോകുന്നുണ്ട്. പക്ഷേ സാരിയൊക്കെ എനിക്ക് നമുക്കങ്ങോട്ട് സെറ്റാവില്ല കൂടുതലും. അതുകൊണ്ട് ഞാൻ അതൊന്നും നോക്കില്ല. അതിൻ്റെ ഇടയിൽ ആദപ്പൻ ഒരു വണ്ടിയുടെ സെക്ഷനിലോട്ട് കയറിയായിരുന്നു. പക്ഷേ അത് നമ്മൾ കൈ കൊണ്ടൊക്കെ ഓടിക്കേണ്ടതാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ ന്യൂട്രലി അവിടുന്ന് പൊക്കിയിട്ടുണ്ട്. കാരണം എല്ലാ സാധനങ്ങളും കൊണ്ടുവന്ന് 1 മണിക്കൂറിനുള്ളിൽ അത് നശിപ്പിക്കുക എന്നതാണ് എൻ്റെ മോൻ്റെ വിനോദം. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കുറച്ച് പർച്ചേസൊക്കെ നടത്തി വന്നു. എൻ്റെ സ്റ്റാമിനയെല്ലാം കുറഞ്ഞ് തല വെട്ടി പൊളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോ എന്ന് പറയാനും പറ്റത്തില്ല. കാരണം കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എടുപ്പൊക്കെ അങ്ങ് നിർത്തിയായിരുന്നു. എങ്ങനെയെങ്കിലും വീട് പിടിച്ചാൽ മതി എന്നുള്ള ഇതായിരുന്നു. പിന്നെ എന്താ പറയുക, ഈ ചാനലുള്ള ഐറ്റംസൊക്കെ അതിൻ്റെ ഇടയിൽ വാങ്ങിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ബൈ, ഇത്രയേ ഉള്ളൂ.